മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയവും ഉച്ചക്കഞ്ഞിയും പിടിയേരി നേർച്ചയും നടത്തിയ ചാവറ പിതാവിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെയാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്നത് വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ചാവറയച്ചന്റെ വലിയ മനസ്സിന്റെ അടയാളമായിരുന്നു. ദാരിദ്ര്യം കാരണം ഒരു കുട്ടിയും പഠനം നിർത്തരുത് എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഉച്ചക്കഞ്ഞി പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്നത്തെ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ആദ്യ രൂപം ഇതായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ എങ്ങനെ നന്മകൾ ചെയ്യാമെന്ന് അദ്ദേഹം കാട്ടിത്തന്നു. വീട്ടമ്മമാർ ഓരോ നേരം ചോറ് വയ്ക്കുമ്പോഴും മാറ്റിവെക്കുന്ന ഒരു പിടി അരി പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ ഉപയോഗിച്ചു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പകർന്നു നൽകിയ ഈ മൂല്യങ്ങൾ വരും തലമുറയിലേക്കും പകർന്നു നൽകാൻ ആദ്യാക്ഷരം കുറിക്കൽ സഹായമാകും. ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 7-നും 11-നും വിശുദ്ധ കുർബാന നടന്നു. കുഞ്ഞുങ്ങൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പിടിക്കുന്നതോടൊപ്പം തന്നെ നിർബന്ധപ്പെട്ട സാധനമുണ്ട്. സ്കൂളിൽ വരുന്ന ഈ പാപം കുഞ്ഞുങ്ങളുടെ ഒട്ടിയ വയറ്, ഈ വിശപ്പ് നിന്നുണ്ടെന്ന് ഒരു കുഞ്ഞു പോലും പഠിക്കില്ല. അല്ലെങ്കിൽ വിശക്കുന്ന വയറുണ്ടെങ്കിൽ ആ വയറൊന്നും നിറച്ചിട്ടാണ് പിന്നെ ബുദ്ധിയിലോട്ടുള്ള നിറവ് സാധ്യതമാകുമെന്ന് ചാവറയച്ചൻ അറിയാം. അതുകൊണ്ട് ചാവറയച്ചൻ എല്ലാവരോടും ഒന്ന് പിടിയേറി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് ഭക്ഷണം വയ്ക്കുമ്പോൾ ഒരു പിടിയൊന്നും മാറ്റി വെച്ചു. അപ്പോൾ ചെറിയൊരു എഫേർട്ട്, ചെറിയൊരു ശ്രമമാണ്. പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ഉച്ചയൂണും അല്ലെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചാവറയച്ചനുള്ള ആവേശം ഞാൻ അവിടെയും ആഗ്രഹിക്കുക. നമ്മളൊക്കെ ഒത്തിരിയധികം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം. i4e ന്യൂസ്, ഏറ്റുമാനൂർ.